T500 Pro യെല്ലോ ആണ്, പെട്ടെന്ന് അഴുക്ക് പിടിക്കും. എനിക്കിപ്പോൾ തന്നെ എൻ്റെ കയ്യിലെ ചെളി മൊത്തം ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. നല്ല ലെതർ ഫിനിഷാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ T500 കിട്ടിയിരിക്കുകയാണ്. ആൻഡ് യെസ്, ഇറങ്ങിയിട്ടാകെ 2-3 ആഴ്ച ആയിട്ടുള്ളൂ. പുതിയ യൂണിറ്റാണ്, ഏപ്രിൽ യൂണിറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന ലെമൺ കോള ഫ്ലേവറാണ്, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്താണ് നമുക്ക് ലെതർ ഫിനിഷിങ് കിട്ടുന്നത്. അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? സാധനം അവിടെ ഇരിക്കട്ടെ, നമുക്കിതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നെന്ന് നോക്കാം. ആൻഡ് ഒരു യൂസർ മാനുവൽ ആൻഡ് ഒരു ലാൻഡ്യാർഡ് കേബിൾ, ദെൻ ഒരു ഹെഡ്സെറ്റിൻ്റെ എക്സ്ട്രാ ടിപ്സ്. അപ്പം ഇത് ഇത്രയാണ് എക്സ്ട്രാ. നമുക്കൊരു ലാൻഡ്യാർഡ് കേബിളും ഒരു ഇയർ ടിപ്സും ആണ് കിട്ടുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ മെയിൻ ഐറ്റം, നമ്മുടെ റിയൽമി T500 Pro. അടിപൊളി, വാവ്, ലുക്കിംഗ് ലൈക്ക് എ വാവ്. കണ്ട, ലെമൺ കോള വിത്ത് ബാഡ്ജിങ് കിടപ്പുണ്ട്, ഹൈറസ് എൽഡാക്. അടിപൊളി ഐറ്റമാണ്, കണ്ടല്ലോ. അൺബോക്സ് ചെയ്യാണ്. എന്താ സൂപ്പർ പ്രീമിയം നോക്കണം. എൻ്റെ ഫുൾ നല്ലൊരു ഇയർ ടിപ്സ് ആണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം പാക്കേജിങ് ആണ് കൊടുത്തേക്കുന്നത്, ഇൻഡിക്കേറ്റിംഗ്. അപ്പം നമുക്ക് പ്രാവശ്യന്മാർ നല്ലൊരു സെറ്റാണ് റിയൽമി ഇറക്കിയേക്കുന്നത്. നല്ല പ്രീമിയം ഉണ്ട്. സൈസ് എൻ്റെ കൈ സൈസ് ഇത്രയുണ്ട്. ഇത് ഉണ്ടാ ചെറിയ കുട്ടി ഐറ്റം, പക്ഷെ സാധനം പടക്കാണ്. ഇതിനകത്ത് ഒരു കമ്പനി അവകാശപ്പെടുന്നത് 56 മണിക്കൂർ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നതാണ്. വിത്ത് ANC ആൻഡ് സ്മാർട്ട് AI ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് ഫോണിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആൻഡ് എൻ്റെ അവിടെ ഓക്കെ. ആൻഡ് ഇതിനകത്ത് അറിയാലോ, ഗൂഗിൾ ഫാസ്റ്റ് വെയർ അല്ല, ഐഫോണാണ്. സോ നമുക്ക് കണക്ട് ചെയ്യാം. ഇറ്റ്സ് കണക്റ്റഡ്. അപ്പം ഇതാണ് നമ്മുടെ റിയൽമി T500 Pro. അടിപൊളി പടക്കൈറ്റ്. അപ്പോൾ ഗൈസ്, ആസ് ഐ എം ട്രൈങ് ദീസ് ഹെഡ്സെറ്റ്സ്, കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ലൈക്ക് 3 ഡിവൈസ് അറ്റ് എ ടൈം 3 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അതായത് അറ്റ് എ ടൈം നമുക്കിതിനകത്ത് 3 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ എനിക്ക് 3 ഡിവൈസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മൈൻഡ്ഫുൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വോയിസ് ട്രാൻസ്ലേഷനാണ്. വോയിസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് AI ട്രാൻസ്ലേറ്റ് ഉണ്ട് ലൈവായിട്ട്. നമുക്ക് ഏത് ലാംഗ്വേജിലോട്ടും ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 12-13 ലാംഗ്വേജസേ ഉള്ളൂ. അപ്പോൾ അത് ഇനി അപ്ഗ്രേഡഡ് ആവും നിലവിൽ. അപ്പോൾ ഈ ലാംഗ്വേജസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ഇംഗ്ലീഷിലോട്ടോ ഹിന്ദിയിലോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലൈവായിട്ട് ഹെഡ്സെറ്റ് കേൾക്കാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ പുതിയ AI ഫീച്ചേഴ്സ്. ദെൻ ഇറ്റ് കംസ് 6 ബ്ലൂടൂത്ത് 6 ആണ് ഇതിനകത്ത്
ഇതായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം നിലവിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ആൻഡ് ഫീൽസ് ലൈക്ക് എ പ്രീമിയം സാധനം. നമുക്കിപ്പം 2600 രൂപ ആണ് ഞാനിത് മേടിച്ചപ്പോൾ, അതായത് 2599 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ബട്ട് ഈ ഒരു റേറ്റിൽ, ഈ ഒരു പ്രൈസിൽ ഇത് വെർത്തിറ്റാണ്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡിലേ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. എന്നിട്ട് അതിനകത്ത് ഏകദേശം ഒരു സിംഗിൾ ടൈം മാത്രമേ എനിക്ക് കേസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. ബിക്കോസ് എന്താ പറയുക, അത്രയും ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. ആൻഡ് ബിലീവ് മീ, ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഇപ്പോഴും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വല്ലപ്പോഴും ഔട്ട്ഡോഴ്സിലാണെങ്കിൽ, ഇപ്പം ഇങ്ങനത്തെ ഈ സിറ്റുവേഷനിലല്ല, അല്ലാതെ വേറെ മാൾസിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ട്രാൻസ്പെറൻസി മോഡ്, അതുപോലെ തന്നെ ഇത് നോയിസ് ക്യാൻസലേഷൻ, ഡീവിൻ ടെക്നോളജി, ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഡീവിൻ്റെ ഉണ്ട്, വോയിസ് എൻഹാൻസിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റ് തൊട്ട് തന്നെ മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി മൈക്കിലെ ചാർജ് തീർന്നു, മൈക്ക് ഓഫായിപ്പോയി. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ചാർജിങ് ബാറ്ററി ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചാർജിങ് ഓൾമോസ്റ്റ് കേസ് 0 to 100 എനിക്കൊരു 1.5-2 hours ഫുൾ ചാർജായി. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആവും. 10 hours ബാറ്ററി ബാക്ക് വരുന്ന ഫാസ്റ്റ് ചാർജിങ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് ഐ ബിലീവ് ഇറ്റ് ഈസ് വെരി ഗുഡ്. ആൻഡ് പിന്നെ സൗണ്ട് ക്വാളിറ്റി, ഇക്വലൈസർ, ഇതിൻ്റെ ആപ്പിനകത്ത് വരുന്ന ഇക്വലൈസർ ഈസ് മോർ ദാൻ ഇനഫ്. നല്ല സൗണ്ട് സെപ്പറേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ കേസ് അത്യാവശ്യം നല്ല ലെതർ ഫിനിഷ് കേസാണ് വരുന്നത്. അത് എസ്പെഷ്യലി ലെമൺ കോള ഫ്ലേവർ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ലെതർ ഫിനിഷ് കിട്ടുന്നത്. ബാക്കിയുള്ളതിനകത്തെല്ലാം മെറ്റാലിക് ഫിനിഷാണ് കിട്ടുന്നത്. ഇതിൻ്റെ 3 ഷെയ്ഡാണ് വരുന്നത്. അപ്പം സമ്മിറ്റപ്പ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഞാനിത് മെയിൻലി ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ആ 3 device കണക്ഷനാണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് വെരി ബ്രില്യൻ്റ്ലി. സോ പീസ് ഔട്ട് ഗൈസ്. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.